ദൈവത്തിന് സ്തുതി കരേറ്റുവാൻ എണ്ണിയാൽ തീരാത്ത കാരണങ്ങളുണ്ട്. അതിലൊന്നിനെപ്പറ്റി 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, വാക്യം 7, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഇവിടെ ദാവീദ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനും ഉപദേശത്തിനും നന്ദി പ്രകടിപ്പിക്കുകയാണ്. തനിക്ക് നിരന്തരം ഉപദേശം നൽകുന്ന ഒരു കർത്താവുണ്ടെന്നും ജീവിതത്തിൻ്റെ പകൽവേളകളിൽ മാത്രമല്ല രാത്രികാലങ്ങളിലും ഈ കർത്താവ് തന്നെ ഉപദേശിക്കുന്നുണ്ടെന്നും ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. മാർഗനിർദ്ദേശത്തിനായി ദൈവത്തിലുള്ള ആഴമായ ആശ്രയവും അവിടുത്തെ മാർഗനിർദ്ദേശത്തിന് കീഴടങ്ങാനുള്ള സന്നദ്ധതയും ഇവിടെ പ്രകടമാകുന്നുണ്ട്. നാം ഓരോരുത്തരും ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഉപദേശം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപദേശകൻ സർവജ്ഞാനിയായ ദൈവമാണെന്നും ആ ദൈവത്തിന് ആദിയിലെ അവസാനം കാണുവാൻ കഴിയുമെന്നും അവിടുന്ന് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി മാത്രമായിട്ടുള്ളതെന്നും നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ ഉപദേശകൻ്റെ വില നാം തിരിച്ചറിയുകയുള്ളൂ. നമുക്ക് ഓരോ ദിവസവും ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശം ആവശ്യമാണ്. സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് തോൽവിയിലായിരിക്കും കലാശിക്കുക എന്ന് പലപ്പോഴായി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മിലെ ആ ബലഹീനതയാണ് ദൈവിക ഉപദേശത്തിനായുള്ള ദാഹത്തിനായി നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദൈവിക ഉപദേശത്തിനായുള്ള ദാഹം നമ്മിലുണ്ടാകുമ്പോൾ അവിടുന്ന് തരുന്ന വാഗ്ദത്തം അത്രേ 32-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമ്മുടെ വഴികാട്ടിയും മാർഗദർശകനും ലൈറ്റ് ഹൗസുമായിരിക്കുന്ന നമ്മുടെ ഉപദേശകൻ ചെയ്യുന്ന ഒരു കാര്യമത്രേ അവിടുന്ന് ഉറങ്ങാതെ മയങ്ങാതെ രാത്രികാലങ്ങളിലും ഉപദേശിക്കുന്നു എന്നത്. ജീവിതത്തിൻ്റെ ഇരുളേറിയ സമയങ്ങൾ കടന്നു വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകുവാനും പതറിപ്പോകുവാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ ജീവിതത്തിൻ്റെ രാത്രികാലങ്ങളിലും നമ്മോട് സംസാരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ നിലയിലൊക്കെ നമുക്ക് ഉപദേശം തരുന്ന യഹോവയെ നാം വാഴ്ത്തുവാൻ മറക്കരുത്. ഇന്ന് നാം വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഇന്നലകളിൽ ദൈവം നമ്മെ ഉപദേശിച്ച് വഴി നടത്തിയത് കൊണ്ടത്രേ. ഇനിയും മുൻപോട്ട് അവിടുന്ന് അത് ചെയ്യുവാൻ വിശ്വസ്തൻ. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Have a blessed day.